2 സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി വാങ്ങിക്കും സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ എന്താ വെച്ചാല് ഒരു കേടുമില്ല, ശരീരത്തിന് കേടില്ല അല്ലേ. പിന്നെ ഇവരെ പോലുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടക്കാരാണ് സ്വീറ്റ് കോൺ. കഴിക്കൂടാ, കഴിക്കാം. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആവിയിൽ ഉപ്പിട്ടിട്ട് വേവിക്കുക. പിന്നെ അതിനുശേഷം ഇവര് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനെ. പക്ഷെ എനിക്കിത് ഇങ്ങനെ തൊലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയിൽ തൊലിക്കണം. ഭംഗിയില്. പക്ഷെ ചിലപ്പോ ഇതിങ്ങനെ വെട്ട് വരും. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ തൊലിച്ച് അല്ലേ. തൊലിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പഴം തൊലിക്കണ പോലെ തന്നെ അല്ലേ. നല്ല രസമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ട്രിപ്പൊക്കെ പോയില്ലേ, ടൂറൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഊട്ടിയെ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാല് ഈ സ്വീറ്റ് കോൺ മറ്റേ എന്താ പറയാ നാരങ്ങയൊക്കെ പൊള്ളിച്ച് തീയിൽ ചുട്ടത് തരും. നല്ല രസമാണ്. നമ്മുടെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്നവർക്ക് സ്വീറ്റ് കോണാണ് പുഴുങ്ങി കൊടുക്കാറുള്ളത്. മറ്റേ ചോളം ഇഷ്ടല്ല അല്ലേ, അത് മരം പോലെ ചവയ്ക്കാൻ പറ്റില്ല. ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് മധുരം. എത്ര വൃത്തിയിലാണ് നമുക്ക് തരുന്നത് അല്ലേ. എത്ര വൃത്തിയോടുകൂടി ഒരു തരി പൊടി പോലും പെടാതെ. പഴങ്ങളൊക്കെ കണ്ടോ അതിന്റെ ഉള്ളില്. പണിയാണ് നല്ല വൃത്തി. നോക്കി ഇത്രയും നമ്മള് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇതുപോലെയൊക്കെ അതാണ് പറയണത്. നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ അല്ലേ തൊലിച്ച് കാണുമ്പോ. നോക്ക് ഒന്നല്ല രണ്ടല്ല, അതിനെത്ര തൊലി, അതിനെത്ര ഭംഗിയില്. ഈ ഒരു അപ്പൂപ്പൻ താടി പോലത്തെ ഈ ഒരു സംഭവം അതിന്റെ ഒരു നാര് നോക്കടി, മുടി നല്ല രസാട്ടോ അത് അല്ലേ. നല്ല എന്താണ് അപ്പൊ നമ്മുടെ ചൂടോടുള്ള സ്വീറ്റ് കോൺ റെഡി. എന്ത് കോൺ? സ്വീറ്റ് കോൺ. സ്വീറ്റ് അല്ല, സ്വീറ്റ് കോൺ. സ്വീറ്റ് സ്വീറ്റ് പറഞ്ഞ എന്താണ്? സ്വീറ്റ് പറഞ്ഞാൽ മധുരം. മധുരം അല്ല, മധുരം. മധുരം. ഫോട്ടോ എടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ ഏകദേശം കഴിച്ച് കഴിയാനായി. ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ട്. കുട്ടിപ്പട്ടാണ് ഫോൺ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. എവിടെ ഫോൺ വെച്ചാലും കിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കൊടുത്താ ചേച്ചിക്ക്. കുറച്ച് സമയം കിട്ടിയാൽ ഞാനും ജിതിനെയും കൂടി കുട്ടികളൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങണ്ട. വെറുതെ നടക്കാൻ വന്നാണ്. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ വരും കേട്ടോ. നമ്മളടുത്ത് റിസോർട്ടാണത്, കുറച്ചുള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജിതിന കുട്ടികളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കാൻ വരും. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ബാക്കിൽ പുഴയുണ്ട്. അങ്ങനെ നടത്തെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ ജിതനൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു നമുക്കിന്ന് ലുഡോ കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടുത്ത വീട് തന്നെ ജിതനൻ്റെ വീട്, ഒരു മതിൽ അപ്പുറത്താണ്. അപ്പോൾ ഞാൻ ജിതിന ചേച്ചി എന്നും അങ്ങനെ ഓരോ സംസാരിക്കലും കഥകൾ പറഞ്ഞൊക്കെ ഇരിക്കലൊക്കെ ഉണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ലുഡോ കളിക്കാമെന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ കുഞ്ഞു തൂക്കുപാത്രം നോക്ക്. ഇതാണ് അമ്മച്ചിയുടെ ഇതൊക്കെ വന്നിരിക്കണ കളിക്കണ അമ്മച്ചിയുടെ കളിപ്പാട്ടാണ് ഇതൊക്കെ. അമ്മച്ചിക്ക് ഇതേതേരെ കളിക്കണം, വേറെ നേരം നമ്മളെ പോലെ ഫോൺ നോക്കില്ലല്ലോ. അങ്ങോട്ട് നിന്നിട്ട് വിട്ട് നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ 4 പേര്, ഞാൻ ഇക്ക കുട്ടികളും കൂടി ചേർന്നിട്ട് നമ്മളടുത്ത് ഹോട്ടലിൽ കഴിക്കാൻ പോയിരുന്നതാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ. ദോശ, ചട്നി, സാമ്പാർ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിട്ട് കഴിക്കാറുണ്ട് രാത്രി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ?
ജംഷിക്ക് 2 റോസ്റ്റ്, ജംഷിക്ക് 2 റോസ്റ്റ്, എനിക്ക് 2 റോസ്റ്റ്. സ്വത്തുമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. ജംഷിക്കോ? ചട്നി സാമ്പാറോ? സാമ്പാർ ഒഴിച്ചു തരാം. ആ ചട്നി നമ്മൾ പൊറാട്ടൻ്റെ ആളാണ്. അതാ സോസ്. ആ ഒഴിച്ചോളി. കുഴപ്പമില്ല. നിനക്ക് ഒഴിച്ചില്ല? ഓക്കെ എന്നാ സാമ്പാർ വരാം. കൊണ്ട അങ്ങനെ സാമ്പാർ എനിക്ക് വേണമൊക്കെ സാമ്പാർ. മതി. സാമ്പാർ ഒഴിച്ച് സ്വന്തമായി ചട്നി സാമ്പാർ ഒരുമിച്ച് ടേസ്റ്റ് വേറെ. അതിൽ കോഴിമുട്ടയും കൂടി ആയാലോ. വായിട്. മാമാക്ക് താ തിന്ന് വായിലിട്ട് വീടെടുക്കും. അത് കഴിഞ്ഞ് പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി നേരെ പോയി ഇക്കാൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ പിന്നെ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, പക്ഷേ കുറച്ചല്ലാട്ട് ഉണ്ടാക്കും, ഒരുപാട് ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബായ്.